ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലെയുള്ള ഒരു 5.1 ഡിജിറ്റൽ ആംപ്ലിഫയർ എങ്ങനെ നിർമ്മിക്കാമെന്നതിനെ കുറിച്ചാണ്. ഇത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായി നമുക്കൊരു 5.1 ക്യാബിൻ ആവശ്യമാണ്. ക്യാബിനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡുകൾക്കനുസരിച്ച് ഹോൾ ചെയ്യണം. ബോർഡുകളും മറ്റു കോമ്പോണൻസും എല്ലാം ഫിക്സ് ചെയ്യാൻ ആവശ്യമായ ഒരു സ്ക്രൂ കിറ്റ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പീക്കർ സോക്കറ്റുകൾ. ക്യാബിൻ്റെ ഫ്രണ്ട് പാനലിന് വേണ്ടി ഉപയോഗിക്കുന്നത് അക്രിലിക് ഷീറ്റാണ്. ഒരു 12 വോൾട്ട് DC കൂളിംഗ് ഫാൻ, ഒരു ഓൺ ഓഫ് സ്വിച്ച്, ഒരു മാസ്റ്റർ കൺട്രോൾ നോബ്. ഇതിൽ ഉപയോഗിക്കുന്നത് G-Starന്റെ 400 വാട്ട്സ് ലഭിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ ഡീകോഡറായി ഉപയോഗിക്കുന്നത് ഫ്യൂടെക്കിന്റെ FT003 എന്ന ഡീകോഡർ ബോർഡാണ്. ലൗഡ് എന്ന ബ്രാൻഡിന്റെ 5.1 റിമോട്ട് കിറ്റാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. പവർ സപ്ലൈക്കായി നമ്മൾ ഉപയോഗിക്കുന്നത് G-Starന്റെ SMBS ആണ്. ബോർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന JST കണക്ടേഴ്സും ഒരു പവർ കേബിളും നമുക്ക് ആവശ്യമാണ്. ആദ്യമായി നമ്മളുടെ ബോർഡുകളെല്ലാം ക്യാബിനിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം നെറ്റ് ബോൾട്ടോ അല്ലെങ്കിൽ സ്ക്രൂവോ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ബോർഡുകളുടെയും ക്യാബിൻ്റെയും ഇടയിൽ സ്പേസറുകൾ വയ്ക്കാൻ മറക്കരുത്. ബോർഡുകളെല്ലാം ഉറപ്പിച്ചതിന് ശേഷം കണക്ഷൻസ് കൊടുക്കാം. സപ്ലൈ വയറിൽ നിന്ന് ഫ്യൂസിലേക്കും, ഫ്യൂസിൽ നിന്ന് ഓൺ ഓഫ് സ്വിച്ചിലേക്കും, സ്വിച്ച് വഴിയാണ് SMBSലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. SMBSലെ 24 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയർ ബോർഡിലേക്കും 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് റിമോട്ട് കിറ്റിലേക്കും ഡീകോഡറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. SMBSൽ നിന്നുള്ള മറ്റൊരു 12 വോൾട്ട് ഔട്ട്പുട്ട് നമ്മൾ ഡയറക്റ്റ് ഫാനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡീകോഡറിൽ നിന്നുള്ള 5.1 ഔട്ട്പുട്ട് റിമോട്ട് കിറ്റിലെ 5.1 ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ റിമോട്ട് കിറ്റിലെ 5.1 ഔട്ട്പുട്ട് ആംപ്ലിഫയർ ബോർഡിലെ 5.1 ഇൻപുട്ടിലേക്കും നൽകുക. അതുപോലെ തന്നെ റിമോട്ട് കിറ്റിലെ ബ്ലൂടൂത്ത് കണക്ഷൻ ഡീകോഡറിലേക്കും കണക്ട് ചെയ്യുക. സ്പീക്കറിലേക്ക് കൊടുക്കേണ്ട 5.1 ഔട്ട്പുട്ടുകളെല്ലാം സ്പീക്കർ സോക്കറ്റിലേക്കും കണക്ട് ചെയ്യുക. അടുത്തതായി ഈ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് അക്രിലിക് ഷീറ്റിലേക്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂകളെല്ലാം നമുക്ക് ആദ്യം അയറൺ ലൈറ്റ് ഉപയോഗിച്ച് പാനലിലേക്ക് ഒട്ടിച്ചു വയ്ക്കാം. അതിനുശേഷം അക്രിലിക് പാനൽ ക്യാബിനിലേക്കും ഫിക്സ് ചെയ്യാം. അതിനും നമ്മൾ അയറൺ ലൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഡിസ്പ്ലേ യൂണിറ്റ് റിമോട്ട് കിറ്റുമായി കണക്ട് ചെയ്യുക. കണക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ക്യാബിൻ ക്ലോസ് ചെയ്താൽ നമ്മുടെ ആംപ്ലിഫയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഈ ആംപ്ലിഫയർ ഡോൾബി പോലുള്ള വാല്യൂകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്. സെൻട്രൽ ചാനലും സബും 100 വാട്ട്സാണ് ഇതിൽ ലഭിക്കുന്നത്. ബാക്കി ചാനലുകളെല്ലാം 50 വീതവുമാണ്. ഇതുപോലെയുള്ള ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളുടെ നിർമ്മാണവും മറ്റു ഹോബി സർക്യൂട്ട് പ്രൊജക്റ്റുകളുടെ നിർമ്മാണവും കൂടുതലായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.